പാലക്കാട് നെന്മാറയിൽ ഇരട്ടക്കൊലക്കേസിലെ പ്രതി ചെന്താമര പിടിയിൽ. മാട്ടായിയിൽ നിന്ന് പിടികൂടിയ ചെന്താമരയെ നെന്മാറ പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. പ്രതിയെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ച നാട്ടുകാർക്ക് നേരെ പോലീസ് പെപ്പർ സ്പ്രേ ഉപയോഗിച്ചു. ചോദ്യം ചെയ്യലിന് ശേഷം കോടതിയിൽ പ്രതിയെ ഹാജരാക്കും. മുപ്പത്തിയാറ് മണിക്കൂറിലേറെ നീണ്ട തെരച്ചിലിനൊടുവിൽ അതിനാടകീയമായാണ് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമര പിടിയിലായത്. ഇന്നലെ വൈകിട്ട് മാട്ടായിൽ ചെന്താമരയെ കണ്ടതായി പോലീസിന് വിവരം ലഭിച്ചു. മാട്ടായിൽ കണ്ടത് ചെന്താമര തന്നെയെന്ന് പോലീസ് സ്ഥിരീകരിച്ചതോടെ കാടരിച്ച രാത്രിയിലും തിരച്ചിൽ ആരംഭിച്ചു. പ്രദേശത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളാണ് ചെന്താമരയെ ആദ്യം കണ്ടത്. കാട്ടിലേക്ക് ഓടി മറയുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികളായ കുട്ടികൾ. ഗ്രൗണ്ടിൽ കളി കഴിഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു. എല്ലാവരും പോയി, ഞങ്ങൾ 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു സാറ് അവിടെ നിന്ന് അയാളെ ഓട്ടിച്ചിട്ട് നിൽക്കടാ കൊണ്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരാൾ ഓടണ ഫുഡ് കേട്ടു. അപ്പോൾ ഞങ്ങൾ കയ്യിലുണ്ടായിരുന്ന വടിയൊക്കെ എടുത്തിട്ട് ഇറങ്ങി. അപ്പോൾ ആളൊരു കാടിൻ്റെ ഇതായിരുന്നു, അതിൽ ആൾ പതിഞ്ഞിരുന്നു. ഞങ്ങളെ കണ്ടിട്ട് ആൾ അവിടെ ഇരുന്നു. പോലീസും നാട്ടുകാരും സംയുക്തമായി പ്രദേശം വളഞ്ഞ് തെരച്ചിൽ നടത്തി. ചെന്താമര ഒളിച്ചിരിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളെല്ലാം പരിശോധന. ശ്രമം വിഫലമായതോടെ ദൗത്യം താൽക്കാലികമായി പോലീസ് അവസാനിപ്പിച്ചു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ തിരച്ചിൽ തുടർന്നു. എല്ലാവരെയും നമ്മൾ തെരഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തിരയാന്നാണ് തെരഞ്ഞെടുത്തത്. ഇവിടെ കാണാനില്ല. എന്തായാലും ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും പിടിച്ചിരിക്കും. പുള്ളി എവിടെ ഈ പതുങ്ങിയേ ഇരിക്കത്തേ ഉള്ളൂ, അല്ലാണ്ട് വെളി വരാൻ വഴിയില്ല. മിക്കവാറും ഇവിടെ ഈ പരിസരം തന്നെ കാണാൻ വഴിയുള്ളൂ. അങ്ങനെ ഇട്ട കാര്യം പറയാൻ പോകുന്നു. ഇനി ഈ വഴിക്ക് പോകത്തില്ലല്ലോ. രാത്രി 10:30 ചെന്താമര പോലീസ് പിടിയിൽ. വീട്ടിൽ ഭക്ഷണം കഴിക്കാനെത്തിയ പ്രതിയെ മഫ്തിയിലുള്ള സംഘം പിടികൂടുകയായിരുന്നു. വീടിന്റെ താഴത്തെ പാടത്ത് അയാൾ ഭക്ഷണം കഴിക്കാൻ വന്നാണ്. അതെ, അയാളുടെ ചേട്ടൻ ഇയാളുടെ വീട്ടിലേക്ക് ചേട്ടൻ ഇവിടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇന്ന് അനിയൻ വരും സാർ ഭക്ഷണം കഴിക്കാൻ, 2 ദിവസത്തിൽ കൂടുതൽ ഭക്ഷണം കഴിക്കാൻ ഇങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അയാൾ വരാൻ വിളിച്ച് ട്രാപ്പ് വെച്ചിരിക്കുകയായിരുന്നു. അയാൾ വന്ന് പെട്ടു. മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കിയ ശേഷം നെന്മാറ പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. പോലീസ് സ്റ്റേഷന് മുന്നിൽ തടിച്ചുകൂടിയ ജനം രോഷാകുലരായി. ചെന്താമരയെ കൊണ്ടുവന്ന വാഹനം നാട്ടുകാർ തടയാൻ ശ്രമിച്ചു. ഗേറ്റ് തകർത്ത് സ്റ്റേഷനിലേക്ക് അതിക്രമിച്ച് കയറാൻ ശ്രമിച്ചതിന് പിന്നാലെ പോലീസ് ലാത്തി വീശി. പ്രതിഷേധം ശക്തമായതോടെ പോലീസ് പെപ്പർ സ്പ്രേ പ്രയോഗിച്ചു. രാത്രി ഏറെ വൈകിയും പ്രതിഷേധക്കാർ പിരിഞ്ഞുപോകാൻ തയ്യാറായില്ല. നടന്ന സംഭവങ്ങൾ വിവരിക്കുമ്പോൾ ചെന്താമരയുടെ മുഖത്ത് കുറ്റബോധമില്ല. തിങ്കളാഴ്ച രാവിലെ 10 മണിയോടെയാണ് പോത്തുണ്ടി സ്വദേശികളായ സുധാകരനെയും മാതാവ് ലക്ഷ്മിയെയും ചെന്താമര കൊലപ്പെടുത്തിയത്. ന്യൂസ് ഡെസ്ക് 24.